നമസ്കാരം സുഹൃത്തുക്കളെ 2 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫേസ്ബുക്കിൽ പേജിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ AI നിർമ്മിതമായ ഒരു വീഡിയോയാണ്. അത് ഞാൻ നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഞാൻ നിർമ്മിച്ച വീഡിയോ അല്ല, ഞാനൊരു ആരുടെയോ ഇതിൽ കണ്ട ഒരെണ്ണം ഞാൻ ഷെയർ ചെയ്ത് അതിനിടെ ചെയ്തതാണ്. അത് AI നിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഞാൻ വീഡിയോ ചെയ്തത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും മാനസിക പ്രയാസം നേരിട്ടിട്ടുണ്ട് എങ്കിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ജയ് ഹിന്ദ്. ഇവനാണ് അൻസാരി കരിപ്പടി. ഇതാണ് ഇവൻ്റെ പേര്. തിരുവനന്തപുരത്ത് എവിടെയാണ് ഇവൻ്റെ സ്ഥലം. ഇവൻ 2 ദിവസത്തിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പോലും പറ്റില്ല. അതായത് സാധാരണ യാതൊരാൾക്കും, ഇപ്പം രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, എങ്കിൽ കൂടിയും കാണാൻ അത്രയും വൃത്തികെട്ട ഒരു വീഡിയോ ആയിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് ഈ ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ തുപ്പിയിട്ട് കൊടുക്കുന്നു. അദ്ദേഹം അത് മുഖത്ത് തേക്കുന്നതായിട്ടുള്ള വെറും വൃത്തികെട്ട ഒരു വീഡിയോ. ആ വീഡിയോ ഇട്ടു. സ്വാഭാവികമായിട്ടും അതിനെതിരെ വിമർശനം വരും, കേസുമായി. പലയിടങ്ങളിലും കേസായി കഴിഞ്ഞു. അവൻ പെട്ടു എന്നറിഞ്ഞപ്പോൾ അവൻ മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. പക്ഷേ ആ മാപ്പ് പറയുന്നതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ ആ വീഡിയോ കണ്ടിട്ട് AI വീഡിയോ ആണെന്ന് അവന് തോന്നിയില്ല, അത്രേ ഒറിജിനൽ വീഡിയോ ആണെന്ന് തോന്നി. അതായത് ഒറിജിനലായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ മറ്റ് രാഷ്ട്ര നേതാക്കൾ ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ കരുതി, അല്ലേ? ഇവൻ്റെയൊക്കെ ആ മതഭ്രാന്ത് അതിൻ്റെ തോത് എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. അറിയാമോ, സാധാരണ എത്ര രാഷ്ട്രീയ വിരോധം ഉണ്ടായിക്കോട്ടെ, ഇങ്ങനെ ഒരു സംഗതിയൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ, എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ക്യാപ്ഷനോട് കൊടുക്കണമെങ്കിൽ, ഇവനൊക്കെ ഏത് രാജ്യത്ത് ജീവിച്ചുകൊണ്ടാണ് ഈ കൊള്ളരുതായ്മ ചെയ്യുന്നത് എന്ന് ഓർത്ത് നോക്കുക. എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് അവനത് മാപ്പ് പറയാൻ വന്നിട്ട് പോലും അവിടെ കിടന്ന് അവൻ ന്യായീകരിക്കുകയാണ്. അത് കണ്ടിട്ട് AI വീഡിയോ ആണെന്ന് തോന്നിയില്ലെന്ന്. അതായത് അവൻ ഇപ്പോഴും പറയുന്നത് അത് ഒറിജിനൽ വീഡിയോ ആണ് എന്ന ധാരണയിലാണ് അവൻ അത് ഷെയർ ചെയ്തതെന്ന്. ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്ര നേതാവിനെ ഇങ്ങനെ ആരെങ്കിലും ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ലോക നേതാക്കൾ ഇങ്ങനെ ചെയ്യുമോ? എന്നിട്ടും അത് കണ്ടിട്ട് അത് ഒറിജിനൽ വീഡിയോ ആണെന്ന് അവന് തോന്നിയത്രേ. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ മാപ്പ് പറയേണ്ടത്. പക്ഷേ അവിടെ പോലും അവൻ പറയുന്നത് അത് കണ്ടപ്പോൾ അവന് AI വീഡിയോ ആയിട്ട് തോന്നിയില്ല എന്ന്. അതിനാൽ തന്നെ അവൻ്റെ മാപ്പൊന്നും സ്വീകരിക്കാൻ പോകുമെന്ന് തോന്നുന്നില്ല. അവൻ കുറച്ച് നാൾ ഇതിൻ്റെ പിന്നാലെ നടക്കുകയും ഒരു പക്ഷേ അകത്താവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയോട് സ്വാഭാവികമായിട്ടും എതിർപ്പുള്ള രാഷ്ട്രീയക്കാർ കാണും, എതിർ അഭിപ്രായമുള്ളവർ കാണും. അതൊക്കെ അവർക്ക് ജനാധിപത്യ രീതിയിൽ അവർക്ക് പ്രകടിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യാം. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് സത്യവുമായിട്ട് യാതൊരു പുലബന്ധവുമില്ലാത്ത ഒരു ഫേക്ക് വീഡിയോ അത് സത്യമാണ് എന്ന തരത്തിൽ ഇപ്പോഴും അവൻ വിശ്വസിക്കുന്നു. ആ സാധനം സോഷ്യൽ മീഡിയ ഷെയർ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അവൻ്റെ മതസ്ഥനല്ല എന്നത് മാത്രമായിരിക്കാം നരേന്ദ്രമോദിയിൽ അവൻ കാണുന്ന കുറ്റം. അത് പല രീതിയിലാണ് ഇവന്മാർ പ്രകടിപ്പിക്കുന്നത്. അതിലൊന്നാണിത്. അല്ലെങ്കിൽ സാമാന്യബോധമുള്ള ഒരു മനുഷ്യൻ പോലും ചെയ്യാത്ത കാര്യമാണ് ഇങ്ങനെ ഒരു വീഡിയോ. അത് കാണുന്ന ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും ഇത് AI ഫേക്ക് വീഡിയോ ആണ്, ഡീപ്പ് ഫേക്കാണ് എന്ന് ഏതൊരു ആൾക്കും മനസ്സിലാവും. കാര്യം ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാനേ പോണില്ല. അപ്പോൾ അത് സത്യമാണ് എന്ന തരത്തിൽ അവൻ അത് ഷെയർ ചെയ്തിരിക്കുന്നു. അത് പ്രശ്നമായി, കേസായി എന്ന് കണ്ടപ്പോൾ അവൻ അതിനെ ന്യായീകരിക്കാൻ വന്നിട്ട് പറയുന്നത് എനിക്ക് തെറ്റുപറ്റിപ്പോയി, മാപ്പ് തരണം എന്നല്ല അവൻ പറയുന്നത്. മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അവൻ പറഞ്ഞു വെക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് ആരോ ഉണ്ടാക്കിയതാണ്, അത് കണ്ടപ്പോൾ AI വീഡിയോ ആണ് എന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് യഥാർത്ഥത്തിലുള്ള വീഡിയോ ആണ് എന്ന് തരത്തിലാണത്രേ അവൻ അത് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തത്. ഇത്തരക്കാരൻ്റെ ശിഷ്ടജീവിതം ജയിലിൽ തന്നെ ആയിരിക്കണം. ജയിൽ ഇടിഞ്ഞു വീണാൽ പോലും ഇവരൊന്നും പുറത്ത് വരരുത്. കുറേ കാലമെങ്കിലും അകത്ത് കിടക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ പതിവായിട്ട് പ്രയോഗിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. മാനസിക രോഗികളാണ് എന്ന്, അല്ലെങ്കിൽ അറിയത്തില്ലായിരുന്നു, അറിയാതെ ചെയ്തു പോയതാണ് എന്നൊക്കെ. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നവർക്ക് മാതൃകയായിട്ടെങ്കിലും ഇത്തരക്കാരെ അതികഠിനമായ രീതിയിൽ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. സത്യത്തിൽ ഇങ്ങനൊരു സംഭവം പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ BJP നേതൃത്വം ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതികരിക്കുകയുണ്ടായില്ല, കേസ് ഉണ്ടായില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വലിയ പ്രതിഷേധമൊക്കെ, അത് ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞപ്പോൾ അവർ കേസ് കൊടുത്തു. അവർ കൂടി കേസ് കൊടുത്തതിന് ശേഷം ഇത് പ്രശ്നമാവുമെന്ന് കണ്ടപ്പോഴാണ് ഇവൻ ഈ മാപ്പുമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ശരി, ഇത്തരം ഒരു കാര്യത്തിന് മാപ്പ് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. മാപ്പ് കൊടുക്കണം എന്ന് പോലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇവനെ പോലുള്ളവൻ്റെ ജീവിതം ജയിലിൽ തന്നെയായിരിക്കണം, ഒരു സംശയവും വേണ്ട.